ചെറിയ വിഷു, അതായത് വിഷു തലേന്ന്. വിഷുവിനെക്കായും തിരക്കും പണികളുള്ള ഒരു ദിവസമാണിത്. വിഷുവിന്റെ തലേന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും സംക്രാന്തി അപ്പവും നല്ല നാടൻ കോഴീനെ കൊണ്ട് കോഴിക്കറി ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ. വേറെ ഏതൊക്കെ നാട്ടിൽ ഈ ഒരു ആചാരം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. മലപ്പുറത്ത് തന്നെ എന്റെ വീട് വെട്ടത്താണ്. ആ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുവിന്റെ വീട്ടിലേക്ക് പോയപ്പം അവിടെയും ആ ഒരു ഏരിയയിലൊക്കെയാണ് ഈ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നെയ്യപ്പം കോഴിക്കറി ഉണ്ടാക്കിയിട്ട് അത് വെച്ചുകൊടുക്കും. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും അത് കഴിക്കും. അങ്ങനെയാണ് ചടങ്ങ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷുവിന്റെ സമയത്ത് ഏട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ നെയ്യപ്പം ചിക്കൻ കറി കോമ്പിനേഷൻ കാണുന്നതും കഴിക്കുന്നതും. അന്ന് ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇപ്രാവശ്യം ഞാനിവിടെ ഒറ്റയ്ക്കാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യപ്പത്തിനുള്ള മാവൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഇതിലേക്കുള്ള നെയ്യപ്പത്തേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കി. നാടൻ കോഴി വെച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ഇവിടെ നാടൻ കോഴി കിട്ടാത്തത് കൊണ്ട് കിട്ടിയ കോഴിനെ കൊണ്ട് ഞാൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ റെഡിയാക്കി വെച്ച മാവ് കൊണ്ട് പിന്നെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തു. നെയ്യപ്പം നന്നായി കിട്ടുമോ ഹാർഡായി പോകുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നെയ്യപ്പമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ നാളെ വിഷു സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. അതാകുമ്പോൾ പിന്നെ നാളെ പണി കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി കുളിച്ചു വന്നു. അപ്പത്തേക്ക് ഏട്ടൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും കുളിച്ചു വന്നിട്ട് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് നെയ്യപ്പം ചിക്കൻ കറിയൊക്കെ വെച്ചു കൊടുത്ത് അതിനുശേഷം ഞങ്ങളും കഴിച്ചു. അപ്പൊ ഇനി ബാക്കി വിശേഷം നാളെ.